Hi guys, welcome back to my channel. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തരാൻ പോകുന്നത് കുറച്ച് പ്രോഡക്ട്സ് ആണ്. നിങ്ങളുടെ CTM റുട്ടീനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സ്. CTM റുട്ടീനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. CTM റുട്ടീൻ ഈസ് ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. നമ്മുടെ ഫേസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 പ്രൊസീജിയേഴ്സ് ആണിത്. നമ്മൾ ഇതെന്നും ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിൻ വിൽ ലുക്ക് റിയലി നൈസ്. സോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സ് ആൻഡ് അതെങ്ങനെ ഉപയോഗിക്കാം, അതിനെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. സോ ഇതെല്ലാം എൻ്റെ തന്നെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് ലൈക്ക് എ മെഡിസിനൽ അഡ്വൈസ്. ഇതൊരു സ്കിൻ കെയർ അഡ്വൈസ് മാത്രമാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ളത്. നിങ്ങൾക്ക് ഓരോരോ പ്രോഡക്ട്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. First product is this refreshing face wash by Nivea. നിവിയയുടെ ഒരു ഫേസ് വാഷ് ആണിത്. ആൻഡ് 55 ml ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 85 റുപ്പീസ് ആണ്. ഇതില് വൈറ്റമിൻ ഇയും ഹൈഡ്രാ ഐക്യൂ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് ഇസ് എ മൈൽഡ് ഫേസ് വാഷ് ആൻഡ് ദിസ് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ നോർമൽ സ്കിൻ ആൻഡ് ഓൾസോ കോമ്പിനേഷൻ സ്കിൻ. ഇത് നമ്മുടെ ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കും. നമ്മുടെ സ്കിന്നിലുള്ള എക്സ്ട്രാ മോയ്സ്ചർ ഒന്നും എടുക്കത്തില്ല. ആൻഡ് നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ മോയ്സ്ചറിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഫേസ് നന്നായി ക്ലീൻ ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഫേസ് വാഷ് ആയിട്ട്. അടുത്തത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് വാഷ് ആണ്. ഇത് വൗവിന്റെ സ്കിൻ സയൻസ് ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇത് ആക്ച്വലി നല്ലൊരു ഫേസ് വാഷ് ആണ്. നിങ്ങളുടെ സ്കിൻ ഒരു നോർമൽ സ്കിന്നാണ് ആൻഡ് അവിടെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഓർ സൺ ടാൻ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കാം. നല്ലതാണ്. നമുക്ക് സ്കിന്നിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഔട്ട്സ് ഒന്നും എനിക്ക് വന്ന് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളിത് എന്ത് പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതിൽ ഓൾ സ്കിൻ ടൈപ്സിന് സ്യൂട്ടബിൾ ആണെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സോ എന്റെ സ്കിന്നിന് ഇത് ഓക്കെ ആയിരുന്നു. എനിക്കൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിന്നൊക്കെയാണ് ഉള്ളതെങ്കിൽ ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ ബ്രഷ് വരുന്നുണ്ട്. നിങ്ങൾ ഈ ബ്രഷ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇതിൽ ഫോം വരും. അതായത് സോപ്പിന്റെ ഫേസ് വാഷിന്റെ പത വരും. അത് വെച്ച് നമുക്ക് നമ്മുടെ സ്കിൻ നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ബ്രഷൊക്കെ വരുന്നതുകൊണ്ട് വെരി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ് ഈ ബ്രഷിനുള്ളത്. അടുത്തത് ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആണ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫേസ് വാഷ് ആണ്. എന്റെ സ്കിൻ നല്ല മാച്ചാണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്യാം. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹിമാലയയുടെ നീം ഫേസ് വാഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ചെറിയ ട്യൂബൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സോ ഇത് നമ്മുടെ ഓയിൽ ഒക്കെ എക്സ്ട്രാ ആയിട്ടുള്ള ഓയിൽ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യും. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടും. CTM റുട്ടീനിൽ അടുത്തായിട്ട് വരുന്നതാണ് ടോണർ. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഗുഡ് വൈബ്സിന്റെ റോസ് ഹിപ്പ് സ്കിൻ ക്ലാരിഫയിങ് ടോണർ ആണ്. ഞാനൊരു ടോണർ ഫാൻ അല്ല, പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് ടോണർ ഉപയോഗിക്കണം തോന്നുന്നു ഉപയോഗിക്കാറുണ്ട്. സോ ഇതാണ് റോസ് ഹിപ്പിന്റെ സ്കിൻ ക്ലാരിഫയിങ് ടോണർ. വേറൊരു നല്ലൊരു ഓപ്ഷൻ എന്താണ് ആബ്സ് ഗുഡ്നെസിന്റെ ക്യൂക്കുംബർ ടോണറും അതിന്റെ ഗ്രീൻ ടീ ടോണറും ഒക്കെ നല്ല ടോണേഴ്സ് തന്നെയാണ്. സോ ഇതാണ് ഗുഡ് വൈബ്സിന്റെ റോസ് ഹിപ്പ് സ്കിൻ ക്ലാരിഫയിങ് ടോണർ. ഇത് വെച്ച് നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് ഗുണം തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ പോർസ് ഒക്കെ ക്ലോസ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫ്രഷ് ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് കിട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ. ഇത് വളരെ നല്ലതാണ്. രാവിലെ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിന്നിൽ രാത്രിയും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടോണറാണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഗുഡ് വൈബ്സിന്റെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടോണേഴ്സ് ഉണ്ട്. പല ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ടോണേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഞാൻ purple.com നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ടോണിങ് കഴിഞ്ഞാലുള്ള അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിംഗ് ആണ്. CTM റുട്ടീൻ്റെ അകത്തുള്ള M ആണ് മോയ്സ്ചറൈസറിന് സ്റ്റാൻഡ് ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 2 മോയ്സ്ചറൈസേഴ്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ സ്കിൻ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇതുപോലെ ജെല്ലായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വേറെ കുറച്ച് മോയ്സ്ചറൈസർ ട്രൈ ചെയ്തിട്ടുണ്ട്. ബയോട്ടിക്കിന്റെ ഒരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഭയങ്കര സ്മെല്ലാണ്. എനിക്ക് അത്ര സ്മെല്ല് കുഴപ്പമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നാലും ഈ മോയ്സ്ചറൈസേഴ്സ് നോക്കുമ്പോൾ കുറച്ചും കൂടെ വളരെ നോൺ ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് ഇത് രണ്ടും. ഇത് ലാക്മയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ, ഇത് പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ. ഞാൻ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് ടെക്സ്ചർ ഒക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ബോട്ടിലാണ് കേട്ടോ. ഇത് പുതുതായിട്ട് വാങ്ങിച്ച ഡബ്ബയാണ്.
ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ച് ഇത് ഏകദേശം തീർന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ടെക്സ്ചറൊക്കെ കാണിച്ചു തരാം. ഇത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഏകദേശം ഉപയോഗിച്ച് തീർന്നു. ഞാൻ പറഞ്ഞില്ല, ഉപയോഗിച്ച് തീർത്ത മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ കളർ എന്ന് വെച്ചാൽ വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത മോയ്സ്ചറൈസർ ആണ്. നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇട്ടിട്ടുണ്ടെന്ന് അറിയേയില്ല. വളരെ നോൺ ഓയിലി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് പോൺസിൻ ലൈറ്റ് മോയ്സ്ചറൈസർ. ഇത് എസ്പെഷ്യലി ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ സ്കിന്നിന് ഇത് പോരാതെ വരും. കാരണം ഇത് ഡ്രൈ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ തക്കവണ്ണമുള്ള മോയ്സ്ചറൈസേഷൻ ഈ ഒരു മോയ്സ്ചറൈസർ തരുന്നില്ല. ഇത് ആക്ച്വലി ദിസ് ഇസ് മെയ്ഡ് ഫോർ ലൈക്ക് ആൻ ഓയിലി സ്കിൻ ഓർ ഫോർ കോമ്പിനേഷൻ സ്കിൻ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കൂടെ ചെയ്യുക. ഇനി എന്തെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനുണ്ട് അല്ലെങ്കിൽ റിവ്യൂസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേവറേറ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടോ സ്കിൻ കെയറിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇനി വേറെ എന്തെങ്കിലും ലൈക്ക് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ജസ്റ്റ് കമന്റ് ബിലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ.